കാർഷിക വാർത്തകൾ. വയനാടിന്റെ കാർഷിക ചിത്രം മാറുന്നു. പ്രദേശത്തെ തേയിലച്ചെടികൾക്ക് പകരം കാപ്പിക്കൃഷി ആരംഭിക്കാനുള്ള നടപടികളുമായി പ്രമുഖ തോട്ടം കമ്പനിയായ ഹാരിസൺസ് മലയാളം രംഗത്ത്. വർദ്ധിച്ചുവരുന്ന തൊഴിലാളി ക്ഷാമവും ചൂരൽമല ഉരുൾപൊട്ടലിന് ശേഷമുള്ള പരിസ്ഥിതി നിയന്ത്രണങ്ങളും കണക്കിലെടുത്താണ് പദ്ധതി. തങ്ങളുടെ 500 ഹെക്ടർ വരുന്ന സെന്റിനൽ റോക്ക് എസ്റ്റേറ്റിലെ 100 ഹെക്ടർ ഭൂമിയിൽ തേയിലയ്ക്ക് പകരം കാപ്പിക്കൃഷി നടത്താനാണ് നീക്കം. മുണ്ടക്കൈ, പുഞ്ചിരിമറ്റം, ആറ്റമല എന്നീ മേഖലകളിലാണ് കാപ്പിക്കൃഷി വ്യാപിപ്പിക്കാൻ പദ്ധതിയിടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നും ഇത് ലാൻഡ് റവന്യൂ ബോർഡിന്റെ പരിഗണനയിലാണെന്നും കമ്പനി വ്യക്തമാക്കി. മുണ്ടക്കൈ ദുരന്തത്തിന് ഇരയായ കുടുംബങ്ങളെ കൽപ്പറ്റയിലെ പുനരധിവാസ ടൗൺഷിപ്പിലേക്കും വിവിധ സംഘടനകൾ നിർമ്മിച്ചു നൽകിയ വീടുകളിലേക്കും മാറ്റിയതോടെയാണ് തോട്ടങ്ങളിൽ തൊഴിലാളി ക്ഷാമം രൂക്ഷമായത്. തേയില കൃഷിയുമായി താരതമ്യം ചെയ്യുമ്പോൾ കാപ്പിക്കൃഷിക്ക് കുറഞ്ഞ പരിപാലനവും തൊഴിലാളികളും മതിയാകും. തേയിലത്തോട്ടങ്ങളിൽ പറിച്ചുമാറ്റൽ, കൊഴുതൽ, വളമിടൽ എന്നിവയ്ക്കായി വർഷം മുഴുവൻ തൊഴിലാളികളെ ആവശ്യമാണ്. എന്നാൽ കാപ്പിക്കൃഷിക്ക് നവംബർ മുതൽ ജനുവരി വരെയുള്ള വിളവെടുപ്പ് കാലത്തും പൂവിടുന്ന സമയത്തും മാത്രമാണ് പ്രധാനമായും ആളുകളെ വേണ്ടിവരുന്നത്. 1 ഏക്കർ തേയിലത്തോട്ടത്തിന് 1 തൊഴിലാളി വേണമെന്നിരിക്കെ 5 ഏക്കർ കാപ്പിത്തോട്ടത്തിന് 1 തൊഴിലാളി മാത്രം മതിയെന്ന് കമ്പനി അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ക്ഷീരകർഷകരെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പശു ഔഷധി പദ്ധതി കേരളത്തിലും നടപ്പിലാക്കുന്നു. കുറഞ്ഞ വിലയിൽ കാലിത്തീറ്റയും ഗുണനിലവാരമുള്ള ജനറിക് മരുന്നുകളും പദ്ധതി മുഖേന ലഭിക്കും. മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പുകൾ ചേർന്നാണ് നടപ്പാക്കുന്നത്. ജനൌഷധി മാതൃകയിൽ പശു ഔഷധി വിക്രയ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. ഇതിനുള്ള അപേക്ഷകൾ സ്വീകരിച്ചു വരികയാണ്. ലൈവ് സ്റ്റോക്ക് ഹെൽത്ത് ആൻഡ് ഡിസീസ് കൺട്രോൾ പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള പദ്ധതിയിൽ എത്തനോ, വെറ്റിനറി മരുന്നുകൾ ഉൾപ്പെടെയുള്ളവയുടെ ലഭ്യത ഉറപ്പാക്കലാണ് ലക്ഷ്യം. ഏകദേശം 135 ജനറിക് മരുന്നുകൾ പശു ഔഷധി കേന്ദ്രങ്ങളിലൂടെ വിൽക്കും. ആയുർവേദം ഉൾപ്പെടെയുള്ള നാടൻ മരുന്നുകളും ഇതുവഴി വിൽക്കും. ഒപ്പം ഗുണമേന്മയുള്ള കാലിത്തീറ്റകളും ലഭിക്കും. തുടക്കത്തിൽ കന്നുകാലികളുടെ എണ്ണം കൂടുതലുള്ള ഗ്രാമീണ മലയോര മേഖലകൾക്കായിരിക്കും പദ്ധതി മുൻഗണന നൽകുക. മരുന്നുകളുടെ വിൽപ്പന വിലയുടെ 20% ലാഭം കേന്ദ്രം നടത്തുന്നവർക്ക് ലഭിക്കും. ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് മെഡിക്കൽ ഡിവൈസസ് ബ്യൂറോ ഓഫ് ഇന്ത്യ വിതരണം ചെയ്യുന്ന മരുന്നുകളാണ് മെഡിക്കൽ സ്റ്റോറുകളിലൂടെ വിതരണം ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യ ചൈന അരി വ്യാപാരം നിലച്ചതായി റിപ്പോർട്ട്. ജനിതകമാറ്റം വരുത്തിയ വിളയാണെന്ന് ആരോപിച്ചാണ് ഇന്ത്യൻ അരി കയറ്റുമതിക്കാരുടെ രജിസ്ട്രേഷൻ ചൈന റദ്ദാക്കിയത്. ജനിതകമാറ്റം വരുത്തിയ വിത്തുകളാണ് കൃഷി ചെയ്തതെന്ന് ആരോപിച്ചുകൊണ്ട് 7 ഇന്ത്യൻ അരി കയറ്റുമതിക്കാരുടെ രജിസ്ട്രേഷൻ ബെയ്ജിംഗ് റദ്ദാക്കിയതോടെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അരി വ്യാപാരം നിലച്ചു. ഈ വർഷം ആദ്യം ഇതിൽ 3 കമ്പനികളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചതിന് പിന്നാലെയാണ് പുതിയ നടപടി. ചൈനയുടെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കസ്റ്റംസ് രജിസ്ട്രേഷൻ റദ്ദാക്കിയത് യഥാർത്ഥത്തിൽ ഈ കയറ്റുമതിക്കാർക്ക് ഏർപ്പെടുത്തിയ വിലക്ക് തന്നെയാണ്. ഛത്തീസ്ഗഡ്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലാണ് ഈ കമ്പനികൾ പ്രവർത്തിക്കുന്നത്. ചരക്ക് കപ്പലിൽ കയറ്റുന്നതിന് മുൻപ് തന്നെ ചൈനയുടെ ഏജൻസി അവ പരിശോധിച്ച് അനുമതി നൽകുന്നതിനാൽ ചൈനയുടെ ഈ നടപടി സംശയാസ്പദമാണെന്ന് ഉദ്യോഗസ്ഥരും വ്യാപാരികളും കയറ്റുമതിക്കാരും വിശകലന വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു. ഇന്ത്യയിൽ GM നെല്ല് മാത്രമല്ല ഒരു GM വിളയും കൃഷി ചെയ്യുന്നില്ല എന്നതാണ് വസ്തുത. ഈ വർഷം മെയ് അവസാനം വരെ GMO അടങ്ങിയിട്ടുണ്ടെന്നാരോപിച്ച് ഇന്ത്യയിൽ നിന്നുള്ള കുറഞ്ഞത് 70 ബസ്മതി ഇതര അരി ചരക്കുകളെങ്കിലും ചൈന നിരസിച്ചിട്ടുണ്ട്. രാജ്യത്ത് GMO വിളകളൊന്നും കൃഷി ചെയ്യുന്നില്ലെന്ന് നരേന്ദ്രമോദി സർക്കാർ ബെയ്ജിങ്ങിനെ പ്രത്യേകം അറിയിച്ചിട്ടും ചൈന ഇത്തരം നടപടികൾ തുടരുകയും കയറ്റുമതിക്കാരുടെ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്യുന്നു. പാകിസ്ഥാൻ അരിയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാകാമിതെന്ന് വ്യാപാര വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. ഇത്തരമൊരു പ്രചരണം പാശ്ചാത്യ രാജ്യങ്ങളിലേക്കും പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയനിലേക്കുമുള്ള ഇന്ത്യയുടെ ബസ്മതി ഇതര അരി കയറ്റുമതിയെ ദോഷകരമായി ബാധിച്ചേക്കാം. ആഗോള അരി കയറ്റുമതി വിപണിയുടെ 40% ഇന്ത്യയുടെ സംഭാവനയാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.